ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാറിന്റെ പേരെന്താണ്? നിങ്ങൾ ആരാണ്? ഞാൻ മുബാറക്കാണ്. ദൃശ്യ യൂട്യൂബർ. ഓക്കെ നിങ്ങൾ ഒരു ആക്സിഡന്റ് നടന്നില്ല മിഞ്ഞാന്ന്? ഓക്കെ. അതിന്റെ വീഡിയോ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അങ്ങനെ അത് ചോദിക്കാൻ വേണ്ടി പോയി. എന്ത് നിങ്ങൾ പറ്റി? റോങ് സൈഡ് ആയിനോ? അല്ല- നിങ്ങൾ റോങ് സൈഡ് വരുമായിരുന്നു അല്ലേ? അല്ലല്ലോ. ആരാ പറഞ്ഞേ? അത് 1 അല്ലേ? ആരാ വൺ വേ എന്ന് പറഞ്ഞേ? നിങ്ങൾ NHAയുടെ പുതിയ റൂൾസ് ഒന്നും കേട്ടിട്ടില്ല? അതെല്ലാം തെറ്റാണ്. ആ പോലീസുകാരൻ പറഞ്ഞ വാക്കുകൾ തെറ്റാണ്. ഏത് പോലീസുകാരൻ? അത് മിഞ്ഞാന്ന് NHന്റെ റൂള് പറഞ്ഞ ഒരു പോലീസുകാരൻ പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്. പോലീസുകാരൻ പറഞ്ഞല്ല, NHAന്റെ. നിങ്ങൾ റോങ് സൈഡ് ആണോ? അല്ലേ? അല്ല, നിങ്ങൾ പിള്ളേർക്ക് പോകാനുള്ള റോഡല്ലേ ഇത്? അങ്ങോട്ട് പിള്ളേർക്കാ. ഇവർക്ക് അങ്ങോട്ട് പോകാനുള്ള റോഡല്ലേ? നിങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് വന്നല്ലേ, കയറി വന്നല്ലേ? അത് NHAയുടെ റൂള് പ്രകാരം അല്ല two way ആണ്. സാർ, അതല്ല ഞാൻ ചോദിച്ചേ. നിങ്ങൾ സാധാരണ വന്നത് ലെഫ്റ്റ് സൈഡ് അല്ലേ? സാധാരണ വന്ന ലെഫ്റ്റ് സൈഡോ? ഞങ്ങളെ റൂട്ട് ലൈക്ക് ഇറ്റ്സ് 2 way. അതെങ്ങനെ റോങ് സൈഡ് ആവുന്നത്? അല്ല, 2 ഭാഗവും റോഡ് വെച്ചിട്ടുണ്ടല്ലോ. വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും വെച്ചിട്ടുണ്ട്. ശരിക്കും അത് 1 ആണ്. നിങ്ങൾ വന്നത് 1 way എന്നല്ല. ശരിക്കും അതെങ്ങനെ 1 way ആവുന്നത്? NHA അതോറിറ്റി പറഞ്ഞ് 2 way ആക്കിയ റോഡ് നിങ്ങൾ ഇപ്പൊ എങ്ങനെ 1 way ആക്കല്? നിങ്ങൾ പറഞ്ഞോളൂ. ഞാനത് റെക്കോർഡാണ്. നിങ്ങൾ പറഞ്ഞോ, കുഴപ്പമില്ല. റെക്കോർഡ് ആയിക്കോളൂ, പറഞ്ഞോളൂ. ഓക്കെ, പറഞ്ഞു. ഞാനത് ആ വീഡിയോ നിങ്ങൾ 1500 രൂപ കൊടുത്ത് പറഞ്ഞു കുട്ടികൾക്ക്. കൊടുത്തിട്ടുണ്ട്. എന്തിനാ? അവര് മറ്റേ എന്താ 2 ദിവസത്തെ പണി പോകുന്നുണ്ട്, വയ്യ, ബുദ്ധിമുട്ട് പറഞ്ഞോട് കൊടുത്തിട്ടുണ്ട്. 1500 രൂപ 2 ദിവസം പഠിക്കാൻ 1500 രൂപ. അല്ലേ നമ്മൾ എന്തിനാ അത് കൊടുക്കുന്നത്? നമ്മളെ വണ്ടിക്കല്ലേ അവര് ഒന്ന് ഇടിച്ചത്, നമ്മൾ അങ്ങോട്ട് പോയി ഇടിച്ചല്ലോ. പോകാനുള്ള റോഡാ സാർ. നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ അവർക്ക് പോകാനുള്ള റോഡോ? പിന്നെ അവർക്ക് റോഡ് ഇപ്പൊ അവര് മറ്റേ നമ്മളും ടാക്സ് കൊടുക്കുന്ന റോഡാണല്ലേ അത്? അവർ റോങ് ആയിട്ട് വന്നാണോ? അവർ റോങ് ആയിട്ട് വന്നാണ്. അവർക്ക് വരാൻ അനുവാദം ഇല്ലാത്ത റോഡാണോ അത്? അവർക്ക് റോങ് ആയിട്ടെന്നല്ലേ അവര് മറ്റേ ലൈൻ്റെ ഇപ്പുറത്ത് വന്നിട്ട് അടിച്ചത്. സാറിന്റെ പേരെന്താണ്? എന്റെ പേരെന്തേ ആയിക്കോട്ടെ, നിങ്ങൾ എന്തിനാ അറിയുന്നത്? അറിയണമല്ലോ. അത് ഇതിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങളോട് വർത്താനം പറയേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അതിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് പോലീസിലും ഇതൊക്കെ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ വീഡിയോ കണ്ടെന്നല്ലേ? വീഡിയോയിൽ നോക്കൂ. ഓക്കെ, വീഡിയോയിൽ നോക്കുന്നുണ്ട്. നിങ്ങളുടെ പേരെന്താ വെച്ചത്? എന്റെ പേര് നിങ്ങളെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങളേതാ? ഞാൻ മുബാറക്. അതിനെ നിങ്ങളെടുത്ത് നിങ്ങൾ ഏത് ദൃശ്യമായിക്കോട്ടെ നിങ്ങളെടുത്ത് ഞാൻ സംസാരിക്കേണ്ട എന്താ ആവശ്യമുള്ളത്? ആദ്യം നിങ്ങളോട് ഞാൻ എന്റെ പേര് പറഞ്ഞു. അല്ല, ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ട എന്താ ആവശ്യമുള്ളത്? അല്ല, അതെന്താണെന്ന് ചോദിക്കാൻ ഞങ്ങൾക്ക്. നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്നോട് ചോദിക്കാൻ ആരുമല്ല. നിങ്ങൾ പോലീസാണോ? പോലീസിന് മാത്രമല്ല ഇവിടെ ചോദിക്കാനുള്ളത്. അല്ല, പിന്നെ നിങ്ങളാണ് അടിച്ചത്. ഞാൻ ആ പയ്യന്റെ ബന്ധുവാണ്. ആയിക്കോട്ടെ, അതിന് നിങ്ങളോട് ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടല്ലോ? ഇല്ലല്ലോ. ഉണ്ടല്ലോ. എന്തിന് ഞാൻ നിങ്ങളോട് എന്തിനാ സംസാരിക്കുന്നത്? നിങ്ങൾ റോങ് സൈഡ് വന്നത്. ഞങ്ങൾ റോങ് സൈഡ് ആണെന്ന് ആരാ ഞങ്ങൾ പറയാൻ? ആരാ പറഞ്ഞത്? ഹോസ്പിറ്റലിന്റെ ഡോക്ടർമാരാണ്. അതെ. ഓടി വണ്ടി. അതെ. നിങ്ങൾ വന്നത് റോങ് സൈഡ് നല്ല സ്പീഡിലാണ്. അത് നിങ്ങൾ പറയുന്നതല്ലോ. നമുക്ക് അതാണ് ഇപ്പൊ അത് തീരുമാനിക്കാൻ ഇവിടെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ അവരായിട്ട് ബന്ധപ്പെട്ടോളൂ സാർ. ഓക്കെ, എന്നിട്ട് നമുക്ക് വേണ്ട പോലെ ചെയ്യാം. റെഡി. ഓക്കെ, ഇത് വാർത്തയാക്കാം. നമസ്കാരം, ഞാൻ മുബാറക്കാണ്. ദൃശ്യ. ഈ സാറ് പറയുന്നത് കേട്ടില്ലേ? അപ്പോൾ ഈ റോഡിന് ഇങ്ങനെ ഒരു സ്ഥിതി ചെയ്തതിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ 2 പയ്യന്മാർ ഇവിടെ ആക്സിഡൻ്റ് ആയില്ലേ? അപ്പോൾ ഈ പയ്യന്മാർക്ക് അത് മനസ്സിലായിട്ടില്ല. അത് 1 way എന്ന് വെച്ചിട്ടാണ് പയ്യന്മാർ ആ ഓട്ടോറിക്ഷൻ്റെ മുമ്പോട്ട് ഈ വണ്ടി മാറ്റുന്നത്. അപ്പോൾ ഇത് കോടതി ഉത്തരവ് എന്ന് പറയുന്നത് ചിലവർ പറഞ്ഞ് ഈ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഹൈവേ അതോറിറ്റി ചെയ്തതെന്ന് പറയുന്നത്, പോലീസ് ചെയ്തത്. ആര് ചെയ്താലും ഇത് ശരിക്കും 1 way ആക്കണം. ഇത് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനോട് സഹകരിക്കണം. ഇത് 2 ഭാഗത്ത് റോഡുള്ളതുകൊണ്ട് ഇത് 2 way ആക്കരുത്. ദയവ് ചെയ്ത് ഇത് 1 way ആക്കി മാറ്റണമെന്ന് എന്നാൽ ഉദ്യോഗസ്ഥന്മാരോടും ബഹുമാനപ്പെട്ട കോടതി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി പുനരന്വേഷണം വേണമെന്ന് തീർച്ചയായിട്ടും ജനങ്ങളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. കോടതി തീർച്ചയായിട്ടും മനസ്സിലാക്കണം.